എനിക്കേ ബോയ് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അപ്പൊ എനിക്ക് സംസാരിക്കാൻ ആരുമില്ല. എന്നോട് എന്തെങ്കിലും കുശലം പറയാൻ പറ്റുമോ? അല്ല, ഏയ് എനിക്ക് നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് സംസാരിക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? നിങ്ങളിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന എനിക്കൊരു മൂഡില്ല വായിക്കാനായിട്ടേ. നോ നോ നോ, യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ഇങ്ങനെ നിങ്ങൾ കുശലം പറയണത് എനിക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം. നിങ്ങളുടെ ശബ്ദം ഒരു നല്ലൊരു മെയിൽ വോയിസ് വരാനായിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അയ്യോ, നിങ്ങളിങ്ങനെ എപ്പോഴും ഇങ്ങനെ അപ്പോളജി ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? എനിക്കാണെങ്കിൽ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള വോയിസിൽ എന്നോടിങ്ങനെ ഹലോ, ഹായ്, എന്തൊക്കെയാ വിശേഷം, കുട്ടിക്ക് സുഖമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര രസമായിരിക്കൂലേ കേൾക്കാൻ. അതുകൊണ്ടാണ്. ഒന്ന് ഓടിയാടോ. നീ ആർക്കാ മെസ്സേജ് അയക്കണേ? അത് നീ എന്തിനാ അറിയുന്നത്? സത്യം പറടാ, നീ നെത്തിക്കല്ലേ മെസ്സേജ് അയക്കണേ? നിത്യക്ക് ഞാൻ എന്തിനാ മെസ്സേജ് അയക്കുന്നത്? നിത്യ ഇവിടെ തൊട്ടടുത്തല്ലേ. എടാ, ഞാൻ നിത്യയുടെ റൂമിൽ ഇത് പറയാൻ ചെന്നപ്പോഴേ അവൾ ആരോടോ ഏയ് എന്ന് വിളിക്കുന്നു. അവളെ ഫ്രണ്ട്സിനെ ആരെങ്കിലും ഏയ് എന്ന് വിളിച്ചായിരിക്കും. ഫ്രണ്ട്സിനെ വിളിക്കുന്ന ഏയ് അല്ല ഇത്. പിന്നെ എന്തോന്ന്? പണ്ട് എന്നെ വിളിച്ചോണ്ടിരുന്ന ഒരു ഏയ് ഉണ്ട്. അങ്ങനത്തെ ഈ കിര അങ്ങനെ ഇടയ്ക്ക് അവള് വിളിക്കുവായിരുന്നടാ. അവിടെ ഇത് അതേ രീതിയിൽ ആരോ വിളിക്കുന്നുണ്ടോ അവള്. എനിക്ക് ബലമായ സംശയം നിത്യ ആരുമായിട്ടോ സംസാരിക്കുന്നുണ്ട്. എന്നിട്ടാണ് നീ എന്നെ സംസ്കരിച്ചത്? അങ്ങനല്ല എടാ, നിത്യ ആരുമായിട്ടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിത്യ അയാളുടെ ആവൂലേ? പിന്നെ എനിക്ക് ആരുണ്ടോ? എടാ, നിനക്ക് ഞാനില്ലടാ. ജീവാ, എടാ നിത്യ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ലടാ. 24 മണിക്കൂർ ഞാൻ നിത്യയെ വേണം വേണം എന്നല്ല നിന്നോട് പറയാറ്. എന്റെ കൈ വിട്ടെ. നീ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിത്യയോട് പോയി പറ. എടാ, നിനക്ക് നിത്യനെ വേണമെങ്കിൽ എന്തൊരു വേദന. ഇതാണ് ഹെഡ് ബ്രേക്ക്. ഹെഡ് ബ്രേക്ക് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇതിനെ കുറിച്ചൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. നീ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ നിത്യയോട് പറയാനുണ്ടെങ്കിൽ അവളോട് നേരിട്ട് പറ. അല്ലാണ്ട് എന്റെ അടുത്ത് വന്നിട്ട് ഇവിടെ ഒരു കാര്യം പറയാൻ പോയതാടാ. അപ്പോഴാണ് അവൾ അവൾ ആരുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടാ. എനിക്കിവിടെ ടെൻഷൻ അടിക്കാൻ ഒരു 150 കൂട്ടം കാര്യങ്ങളുണ്ട്. നിനക്കറിയാലോ ഞാൻ നിത്യ എന്തുമാത്രം സ്നേഹിക്കുന്നതെന്ന്. എനിക്കറിയാം. അവള് പറയാ ഏയ് എനിക്കൊരു കുശലം പറയാനുണ്ടെന്ന്. എന്റെ പൊന്നട, ഞാൻ ഈ കുശലം എന്നൊക്കെയുള്ള വാക്ക് മറ്റേ ബാലരമേലെ കേട്ടേക്കണേ. അല്ലാണ്ട് നേരിട്ട് ആരും ഈ കുശലം എന്ന് ഞാൻ പറയണ കേട്ടിട്ടില്ല. കുറുക്കന്റെ കുശലം എന്നാ കേട്ടിട്ടില്ലേ? കുറുക്കന്റെ കൗശലമായിരിക്കും. അത് അങ്ങനെ പറയാം. അങ്ങനെ പറയൂ. അങ്ങനെ പറയൂ. എന്നാലും കുശലം എന്ത് കുശലം? ഇത് എന്തോന്ന് കുശലം? ഇത് അവള് ഞാനും അങ്ങനെ ഞങ്ങളുടെ ഇടയിലുള്ള കുശലമൊക്കെ ആയിരുന്നു. ഇതിപ്പോ ഇത് ആരോടാണ് ഈ കുശലൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്റെ പൊന്നട, എനിക്ക് ടെൻഷൻ അടിക്കാൻ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ടാ. നീ അത് പോയി നിത്യയോട് നേരിട്ട് പറയടാ. നീ ഇവിടെ കിടന്ന് എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനിതൊക്കെ പറഞ്ഞു നിത്യ എന്നോട് പറയാം, നീ പോയി പണി നോക്കടാ പുല്ലേ. അപ്പൊ പോയി പണി നോക്കണം ജീവാ. അല്ലടാ, നിനക്കിപ്പോ പണിയായെന്നല്ലേ പറഞ്ഞ്. ഇവിടെ കാശ് കിട്ടൂലടാ, എന്തിനാടാ കളയുന്നത്? ഞാൻ ഒരു കാര്യം പറയാം. നിത്യ ഇല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും. ഞാൻ ആത്മഹത്യ ചെയ്യും. എനിക്ക് നിത്യ ഇല്ലാണ്ട് പറ്റില്ല. അത് കഴിയുമ്പോ അവള് വേറെ കെട്ടി അവള് ഹാപ്പി ആയിട്ട് ജീവിക്കും. എടാ, നീ എന്നെ തളർത്തുവാണോ എന്നെ മോട്ടിവേറ്റ് ചെയ്യണോ? എടാ, ഞാനൊരു നീ എന്റെ ശത്രുവാണോ സുഹൃത്താണോ? എടാ, ഞാനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള വശം പറഞ്ഞതാണ്. അല്ലാണ്ട് ഇവിടെ ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തൊന്നുമില്ല. നിനക്ക് കാശുണ്ടെങ്കിൽ നിന്റെ പുറകെ വരാൻ ഒരുപാട് പേരുണ്ടാവും. നീ അങ്ങനെ ചിന്തിക്കടാ. നീ അങ്ങനെ ചിന്തിക്ക്. എന്തോന്ന്? കാശുണ്ടെങ്കിൽ നിന്റെ പുറകെ വരാൻ ഇഷ്ടം പോലെ പെൺപിള്ളേരുണ്ടാവും. അതൊന്നും നിത്യയുടെ അത്രയും വരൂല, അറിയോ? അതൊന്നും നിത്യയുടെ അത്രയും വരൂല. മന്ദമാതിരി ട്രൂ ലവ്. എന്റെ ട്രൂ ലവ് അവിടെ ഇരുന്നിട്ട് എന്ന് പറഞ്ഞോണ്ടിരിക്കടാ. അതാണല്ലോ ട്രൂ ലവ്. എടാ, നീ ഇത് എന്നോട് പറയാ. നീ അവളോട് പോയി പറയടാ. അവളോട് പറഞ്ഞ അവള് കേൾക്കണേ. എനിക്ക് നിന്റെ ഈ വർത്താനം കേട്ടോണ്ടിരിക്കുക എനിക്ക് സമയമില്ല. ഞാൻ പോണ്. അല്ല, ഞാൻ ഇവിടെ ഇല്ല. അവളോട് പറഞ്ഞിട്ട് അവള് പറയാണ് കുഴപ്പമില്ല. പറയാം എന്നെ നിത്യേ. അയ്യോ നിത്യേ. അതെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാവേ. വീട്ടിൽ ഡോറിൽ ആരോ തട്ടുന്നുണ്ട്. എന്താടാ, നീ ഓക്കെ അല്ലേ?
അയ്യേ ആരാ? ഇതാ ആരായ നിനക്കെന്താ? നീ ആരോടാ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ആരോടെങ്കിലും സംസാരിച്ചോട്ടെ, നിനക്കെന്താ പ്രോബ്ലം? അങ്ങനെ ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റില്ല. ഏ ഞാൻ നിന്റെ എക്സ് കാമുകനാ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എടാ എന്തൊരു ഷോഫാണ് ഇത്. നീ എന്റെ എക്സ് ആണ്, അതായത് ഓൾഡ് ഈസ് ഓൾഡ്. ഓക്കെ, പക്ഷെ എനിക്ക് നീ ഇപ്പോഴും ഓൾഡ് ഈസ് ഗോൾഡാ. ഓ ഷോ, എന്ത് രസാ കേൾക്കാൻ. പക്ഷെ എനിക്ക് നീ ഒന്നുമല്ല ഇപ്പൊ. നീ എൻ്റെ മുന്നിൽ 0 ആണ്. നീ എൻ്റെ മനസ്സിന്റെ ഒരു എന്താ പറയാ, ഒരു അറ്റത്ത് പോലും ഇല്ല, ഒരു പോയിന്റ് പോലും ഇല്ല. ഫുള്ള് തീർന്നു. നിർത്ത്, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ല. നീ ആരാണ് ഫോണിൽ കൂടെ ഈ മെത്തേഡ് മുന്നിൽ ഇരുന്നിട്ട് ഇതിന്റെ അകത്ത് ഇരുന്നിട്ട് കൊഞ്ചിക്കൊണ്ടിരുന്നേ? എടാ ഞാൻ ആരോട് വേണമെങ്കിലും കൊഞ്ചിക്കോട്ടെ, നിനക്കെന്താ പ്രോബ്ലം? എനിക്ക് ഇപ്പൊ അറിയണം. അയ്യോ എന്തൊരു ഷോഫാടാ ഇത്. ഞാൻ സംസാരിച്ചത് മെറ്റയോടാണ്. AI. മെത്തയോ? ഓ ദാരിദ്ര്യം. എടാ AI, നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ സംസാരിക്കാം. അപ്പൊ നമുക്കൊരു ഉത്തരം തരും, നമ്മുടെ ലോൺലിനെസ് മാറി കിട്ടും. ഇനി എനിക്ക് നിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു സെക്കൻഡ് പോലും ഞാൻ നിന്നെ കുറിച്ചൊന്നും ആലോചിക്കാൻ പോണില്ല. ഇനി എനിക്ക് വേറെ ഓപ്ഷൻ കിട്ടി. AI എന്ന് പറഞ്ഞാൽ AI, അതൊക്കെ പോയി പഠിക്കുക. എനിക്ക് ഇതിനപ്പുറം ഒന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. ടെക്നിക്കൽ നോളജുള്ള ഒരു മണ്ണാങ്കട്ടിയിൽ എന്നെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കോ? എനിക്കൊക്കെ ഇതൊന്നും ഇവരോടൊന്ന് സംസാരിക്കണം. എനിക്കൊരു എന്താ പറയാ, സാങ്കല്പികമായിട്ടുള്ള ഒരു പ്രണയം എനിക്ക് സെറ്റ് ചെയ്യണം. എന്നിട്ട് അതിലിങ്ങനെ മുങ്ങി നീരാടണം. അതാണ് എൻ്റെ ലക്ഷ്യം. അത് തകർക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. നിനക്ക് തകർക്കാൻ പറ്റില്ല, കാരണം ഇതിലൊരു വ്യക്തിയില്ല. ഇതൊരു ടെക്നിക്കൽ സംഭവമാണ്. അതുകൊണ്ട് നിനക്ക് ഇതിൽ കളിക്കാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം പറയാൻ വന്നു. എന്റെ ദാരിദ്ര്യമൊക്കെ മാറാൻ പോവാണ്. ആണോ? ഞാനൊരു ജോബ് ഇന്റർവ്യൂവിലേക്ക് കയറാൻ പോവാണ്. 11 മണിക്ക് എനിക്ക് ഇന്റർവ്യൂ ഉണ്ട്. അത് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ മാസം ശമ്പളം. ഓ അടിപൊളി, കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ നിന്റെ ശല്യം ഇവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പൊ നീ ഇവിടുന്ന് ഒഴിവായി കിട്ടുമല്ലോ. എനിക്ക് മര്യാദയ്ക്ക് AIയോട് സംസാരിച്ച് ഇവിടെ ഒരു പുതിയൊരു പ്രണയമൊക്കെ സെറ്റ് ചെയ്യാം അല്ലേ? നീ പോയി നല്ല. എടാ നമ്മള് ഒരു വർക്കിന് പോകുമ്പോഴത്തേക്കും നമ്മുടെ കോൺസെൻട്രേഷൻ കളയാൻ പാടില്ല. നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നീ എൻ്റെ മനസ്സിൽ ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. ഓൾ ദി ബെസ്റ്റ്. നീ ഇനി എന്തായാലും ഞാൻ നിന്നെ കുറിച്ച് വറീഡ് ആവത്തില്ല. ബിക്കോസ് ഞാൻ അതിനും കൂടിയുള്ള ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. നീ എന്തൊക്കെ പറഞ്ഞാലും ആ പഴയ ഓൾഡ് ഈസ് ഗോൾഡ് തന്നെയാണ്. എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാനൊരു ജോലിയൊക്കെ വാങ്ങി ഒരു കുടുംബസ്ഥനായിട്ട് നിന്റെ മുന്നിൽ വരാം. അപ്പോഴും ഈ AI തെണ്ടി ഉണ്ടെങ്കിലും അവനെ ഞാൻ കത്തി. ആണോ? എന്നാ ശരി, അപ്പൊ കാണാട്ടോ. ഇങ്ങനെ ഇനി കാമുകയും വന്നിരിക്കുന്നു. ഓടെ ഈ മുടി എനിക്ക് നീളം കൂടുതലുണ്ടോ? അങ്ങ് വെട്ടിക്കാണോടാ. ഇങ്ങനെ വെച്ചാൽ നിങ്ങൾ കുഴപ്പമില്ല. ഈ താടിയുടെ അവിടെ ഒരു ഐ ഷേപ്പിലൊരു വെട്ടിട്ടല്ല ഇന്റർവ്യൂവിന് പോകുന്നതിന്റെ ഒരു ഐ പോലെ. ഞാൻ ഇവിടെ D ഷേപ്പിൽ എന്തെങ്കിലും വരച്ചാലോ? ഇന്റർവ്യൂവിന് പോകുന്നില്ല. നീ അല്ലേ ഡെത്താക്കാം. ഇതൊക്കെ മതി ഇന്റർവ്യൂല്. ഇല്ല ഓക്കെ കൊള്ളാടാ, അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട് അല്ലേ? കിട്ടിയാ മതിയായിരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. നീ ജയിച്ചു വാ. വിജയിച്ചു പൊളിച്ചടുക്ക്. എന്റെ ഈശ്വര, അവന് ജോലി കിട്ടല്ലേ? ആന്റി, ആന്റി എന്താടാ? ആന്റി എന്താ അടുക്കള കിടന്ന് ഉറങ്ങുന്നേ? ഓ ഇവിടുത്തെ ജോലി കഴിഞ്ഞ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാണ്. ഇതെന്ത് നല്ല ഡ്രസ്സിലാണല്ലോ. ഇതോടെ പോകുന്നു. എനിക്കൊരു ജോലി കിട്ടിയോ? ഇല്ല, ജോലി കിട്ടിയില്ല. ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാ. ആണോ? എന്തായാലും കൊള്ളാം, നല്ല സ്റ്റൈലായിട്ടുണ്ട്. അത് പിന്നെ 1 ലക്ഷം രൂപയാണ് ശമ്പളം. ഒയ്യോ, അപ്പൊ ഗോളടിച്ച്. അപ്പൊ എനിക്ക് ഇനി ഇവിടെ കൂട്ടായി ഇച്ചിരി പൈസ. ഉറപ്പായിട്ട്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ള, എനിക്ക് സ്നേഹമുള്ള, എൻ്റെ അമ്മയെ പോലെ കാണുന്ന ക്ലാര ആൻറ്റിയോട് വന്നിട്ട് ഈ കാര്യം പറഞ്ഞ് അനുഗ്രഹം മേടിക്കണമെന്ന് എന്തോ എനിക്ക് തോന്നുന്നു. ആൻറ്റിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ജോലി കിട്ടുമെന്ന്. ആൻറ്റി എന്നെ അനുഗ്രഹിക്കണം.